ഞാനൊരു സ്പെഷ്യൽ സാധനം ഞങ്ങളോട് പറഞ്ഞില്ലേ, അതായത് എനിക്ക് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് എനിക്ക് കൊടുത്തയച്ച ഒരു സാധനം, സാധനം ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോകട്ടോ. ഹലോ, അപ്പം ഇന്ന് December 17 ട്യൂസ്ഡേ. ഞാൻ ഈ ഡേറ്റ് പറയാൻ കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിയും. പിന്നെ ഇന്ന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സായി ദുബായിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഏകദേശം ഒരു നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബുധനോ വ്യാഴോ ആണ് പോയത്. പെട്ടെന്നുള്ള പോക്കായിരുന്നു. കാരണം തലേ ദിവസം വൈകുന്നേരം ടിക്കറ്റ് കിട്ടി, വിസ റെഡിയായി. അപ്പം തന്നെ പിറ്റേ ദിവസം 8:15 ദുബായിൽ പോയി 12:15 എത്തി. അപ്പോൾ സായി എന്തായാലും നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കൊച്ചിയിൽ 10:40 ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് അവിടെ സ്റ്റേ ചെയ്തു. ഇന്നലെ രാത്രി കൊച്ചിയിലായിരുന്നു സ്റ്റേ. കാരണം ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗെയിമും അവിടുത്തെ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സായി തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും എത്തുമ്പോൾ ഒരു 12-1 മണി ഏകദേശം എന്തായാലും ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ജലദോഷവും ഭയങ്കര തുമ്മലായിരുന്നു. ഞാൻ തുമ്മി പറഞ്ഞാൽ എൻ്റെ മൂക്കിനൊരു പരുവായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല. അത് അത്ര സ്ട്രോങ് ഉള്ള മരുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനത് കഴിക്കാതിരുന്നത്. അപ്പോൾ 2 ദിവസം ഭയങ്കര തുമ്മലായിട്ട് ഇപ്പോൾ ഒന്ന് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുഖമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അതായത് തുമ്മി വയ്യാതെ ആയതാണ്. സത്യം പറഞ്ഞാൽ എനിക്കും സായിക്കും ഈസ്നോഫിൽ കൗണ്ട് ഭയങ്കര കൂടുതലാണ് ഞങ്ങളുടെ ബ്ലഡിൽ. ഭയങ്കരമായ കൂടുതലാണ്. അതിൻ്റെ കൗണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല എവിടെയാണെന്നുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കും പൊടി ഭയങ്കര അലർജിയാണ്. എവിടെയെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊടിയുള്ള റൂമോ അല്ലെങ്കിൽ കട്ടുമ്പോൾ പൊടി ഉണ്ടെങ്കിലോ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തുമ്മി ചാവോ സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഓൾറെഡി മൂക്കിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ടോൺസിൽസ് ഇവിടുന്ന് റിമൂവ് ചെയ്താണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കരമായ പഴുത്ത് അതിൻ്റെ സമയത്ത് ചെറുപ്പത്തിൽ റിമൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീച്ച് കുളിക്കും ചെയ്തു. ഈ തണുപ്പത്ത് രാവിലെ എണീച്ച് കുളിച്ചതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ചു ഇന്ന് കുളിച്ചാലെങ്കിലും ജലദോഷം മാറുമെന്ന്. അതും മാറിയില്ല. കൂടിയതല്ലാതെ കുറവ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കൊരു സുഖമുണ്ട്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ സായി തായ്ലൻഡിൽ നിന്ന് കൂടെ ഒരു ഓയിലുണ്ട്, അത് തേച്ചിട്ടാണ് എനിക്കിപ്പോൾ നല്ല കുറവില്ല. അതും മിക്സും കൂടി മിക്സ് ആക്കിയിട്ട് ഞാനിങ്ങനെ തേക്കും. അയ്യോ വല്ലാത്തൊരവസ്ഥ. ഈ തലവേദനയും പനിയും വന്നാലും നമുക്ക് സീനില്ല. പക്ഷേ ഈ ജലദോഷം വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും പെടാപ്പാട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ സായി വരുന്ന കാര്യം നോക്കാം. അപ്പോൾ സായി അതിനോട് പറഞ്ഞു നമുക്ക് പെട്ടി പൊട്ടിക്കണ്ടേ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു പെട്ടി പൊട്ടിക്കണൊക്കെ വേറെ, നമ്മൾ ആദ്യം ആളൊന്നും ഇങ്ങോട്ട് വരൂ, നമുക്ക് എന്നിട്ട് പോരെ പെട്ടി പൊട്ടിക്കലൊന്നും. എന്നിട്ട് എന്നോട് പറയുന്നത് നമുക്ക് ഇന്നലെ രാത്രി പൊട്ടിക്കാം. ഞാൻ പറഞ്ഞു ഇന്ന് പൊട്ടിക്കുന്നു വേണ്ട, നമുക്ക് നാളെ പൊട്ടിക്കാം. സത്യം പറഞ്ഞാൽ പെട്ടി പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം, ആ ഒരു സംഭവം അടിപൊളിയാണല്ലോ. എല്ലാവരുടെ മുന്നിൽ നിന്ന് പെട്ടി പൊട്ടിക്കുക എന്നുള്ള പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആ പെട്ടി പൊട്ടിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അതൊരു രസമാണല്ലോ. എൻ്റെ അച്ഛനാണെങ്കിലും സായിയുടെ അച്ഛനാണെങ്കിലും പുറത്ത് വർക്ക് ചെയ്ത് കളിക്കണം. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും പെട്ടി പൊട്ടിക്കുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതൊരു സുഖമുള്ള ഏർപ്പാടാണല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ സായിയോട് നമുക്ക് പെട്ടി പൊട്ടിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് മെല്ലെ പൊട്ടിക്കാൻ കുഴപ്പമില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാവരും എന്താ വെച്ചാൽ 10:11 ആകുമ്പോൾ കിടക്കും. പിന്നെ അമ്മാൻ്റെ ആണെങ്കിൽ നേരത്തെ ഉറങ്ങാനും പോവുകയും ചെയ്തു. അമ്മാൻ്റെ ഉള്ളപ്പോഴാണ് പെട്ടി പൊട്ടിക്കാൻ അതിൻ്റെ ഒരു രസം വേറുള്ളത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ ഇനി പെട്ടി പൊട്ടിക്കുള്ള എനിക്കല്ല, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും മാത്രം റൂമിൽ വെച്ചിട്ട് ഇരുന്നിട്ട് പെട്ടി പൊട്ടിക്കേണ്ടിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നോട് സായി പറഞ്ഞു നിനക്ക് ഞാൻ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സായിനോട് കൊണ്ടും എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരുമിച്ച് അടുത്ത പ്രാവശ്യം ദുബായി പോയിട്ട് ഒരുമിച്ച് പോയി സാധനം പർച്ചേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ സായി അതിന് മുന്നേ എനിക്ക് ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, മീൻസ് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ വിളിച്ചു പറഞ്ഞു ബർജുമാള അങ്ങനെ എന്തൊരു മാളിൽ ദുബായിൽ അവിടെ എന്തൊരു മാളിലാണ് ഞങ്ങൾ സാധനം മേടിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം മനഃപൂർവ്വം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല. സായി ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്നല്ല കേട്ടോ. സായി എനിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിസയൊക്കെ റെഡിയാക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ദുബായിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നറിയില്ല. എന്തായാലും എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതവിടെ ഒരു സാധനം പോലും ഒരു സീല് പോലും ഇല്ലാതെ അവിടെ വെറുതെ വേസ്റ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ആക്കണമല്ലോ. അപ്പോൾ നമുക്ക് ദുബായ് എവിടേക്കെങ്കിലും പോകാമല്ലോ. സായി അതൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധനങ്ങളും കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഫ്രണ്ട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് സായിൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ.
പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഞാനിനി പെട്ടി പൊട്ടിക്കുന്നതിന് ഇപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണി ആകുമ്പോഴാവും സായി വരിക. ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് വീഡിയോ ക്ലിപ്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അഥവാ പെട്ടി പൊട്ടിക്കുകയാണെങ്കിൽ മേ ബി ഞാൻ രാത്രി എടുക്കുമെന്നും എനിക്കറിയില്ല. കാരണം എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് കുറച്ച് വാച്ചിമ്പുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കാൻ സാധ്യത കുറവാകും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ ജസ്റ്റ് പെട്ടി പൊട്ടിക്കണം. നമ്മുടെ അമ്മാൻ്റെ ബേബീൻ്റെ മുന്നിൽ നിന്ന് പെട്ടി പൊട്ടിക്കണല്ലോ അതിൻ്റെ രസമുള്ളത്. അമ്മാൻ്റെ ആണെങ്കിൽ പെട്ടി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മാൻ്റെക്ക്. അപ്പോൾ അമ്മാൻ്റെക്ക് എന്തോ സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ട് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് കാണാം എന്തായാലും. സായിക്ക് അമ്മാൻ്റെനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മാൻ്റെക്ക് സായിനെ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. മാമ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അമ്മാൻ്റെനെ വേറെ രസമുണ്ട്. ഞാനൊരു വീഡിയോ ഇതിന് ശേഷം ഞാൻ കാണിച്ചു കേട്ടോ. നമ്മൾ വീടിൻ്റെ പുറത്ത് ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഊഞ്ഞാലിൻ്റെ സാധനം ഗിഫ്റ്റ് കിട്ടിയത് 1 വയസ്സിൻ്റെ സമയത്താണ്. ഇപ്പോൾ അവൾക്ക് 2.5 വയസ്സായി. ആ സാധനം ഇപ്പോഴാണ് പുറത്ത് തൂക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഫുള്ള് ഊഞ്ഞാലാട്ടിലാണ്. രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഊഞ്ഞാൽ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇരുന്ന് കുറച്ച് നേരം ആടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഏട്ടൻ ഇതിന് മുന്നേ തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ സെറ്റാക്കി എന്തായാലും പുറത്ത് ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്സ് ഞാൻ കാണിച്ചു കേട്ടോ. അവൾ ഊഞ്ഞാലാണത്. അത് രാത്രിയുടെ സീനാണ്. രാത്രി പിന്നത്തെ ദിവസം അത് നാളത്തെ പകലിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ അതിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാത്രി സായി വരുമ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്പ് എന്തായാലും എടുക്കുക. പെട്ടി പൊട്ടിക്കുകയാണെങ്കിൽ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി നാളെ വിശാലമായിട്ട് വെളിച്ചത്തിൽ നമുക്ക് പെട്ടി പൊട്ടിക്കുന്ന സംഭവം എടുക്കാമല്ലോ. അതല്ല അതിൻ്റെ ഒരു രസമുള്ളത്, അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. എല്ലാവരും കൂടി ഉള്ള സമയത്ത് പെട്ടി പൊട്ടിക്കുക എന്നുള്ള സംഭവം അമ്മാൻ്റെ വേണമല്ലോ. അമ്മാൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ അടിപൊളിയോ. അമ്മാൻ്റെ ഇതെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നാളെ മെയിനായിട്ട് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇനി പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ ഞാൻ സായിനെ വിളിച്ചോക്കട്ടെ എവിടെ എത്തി എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പുണ്ട്. പക്ഷെ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഫാൻ ഇടാറില്ല. തണുപ്പ് ഭയങ്കര അടിച്ചിട്ട് അത് ഞാൻ വലിയ ജലദോഷം പിടിച്ചത്. എനിക്ക് തണുപ്പ് അടിച്ചിട്ട് വേണം തോന്നുന്നുണ്ട് ജലദോഷം പിടിച്ചത്. അപ്പോൾ സായി പറഞ്ഞു ദുബായിൽ തന്നെ തണുപ്പുണ്ടോ രാത്രിയൊക്കെ. ഇവിടെ പിന്നെ നോർമൽ തണുപ്പാണ്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി സായി വന്നിട്ടുള്ള ജസ്റ്റ് ക്ലിപ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ അമ്മൻ്റെ ബീബിൻ്റെ കുറച്ച് കുസൃതികൾ ഇപ്പോൾ കാണിച്ചു തരും. നല്ല രസം, ജസ്റ്റ് ചെറിയ സംഭവമാണ്, അടിപൊളിയാണ്. അവളുടെ ഇനി പകൽ വെളിച്ചത്തിലുള്ള ഒരു ഊഞ്ഞാൽ ആടുന്നത് നമുക്ക് ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ വെച്ചുതരാം കേട്ടോ. അമ്മാന്റെ കുട്ടി അമ്മാനക്ക് പുതിയ ഇതൊക്കെ കിട്ടിയല്ലോ ഊഞ്ഞാല്. രസണ്ടാ പേടിയുണ്ടോ? എന്നാ ചിരിക്കൂ. പാട്ട് വെക്കണ്ടോ? ഡാൻസ് കളിക്കണോ? സൂപ്പർല്ലേ മാറ്റേ കുട്ടി, സൂപ്പർല്ലേ മാറ്റേ. പേടിയുണ്ടോ? മുഖത്തൊരു പേടിയുണ്ടല്ലോ. ചിരിക്കോ, ഇങ്ങോട്ട് നോക്കി ചിരിക്കോ. പാതിരാത്രിക്കാണോ ഈ ആട്ടൊക്കെ അല്ലേ? ആരെ നോക്കൂ? മാമിക്ക് കാണിച്ചെടുക്കൂ. അപ്പോ സായിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഉറക്കം നമുക്ക് കിടക്കാം. വരൂ, എല്ലാരും കിടന്നിടൂ. ആദ്യം മാറ്റിക്ക, അത് ചെയ്യാം. എന്താ നന്നായി. അപ്പോൾ നമ്മുടെ സായി അൽദുഫായിന്ന് എത്തിയിട്ടുണ്ട്. ഇത് വാങ്ങിയതും ഞാൻ ഹായ്, ഇത് പിറ്റേ ദിവസമായിട്ടോ, അതായത് എന്താ പറയുക 18-ാം തീയതി. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ കുറച്ച് വിഷ്വൽസ് കണ്ടല്ലോ അല്ലേ. ഇന്നലെ രാത്രി തന്നെ പെട്ടി പൊട്ടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു സായി ഒരു 12-12:15 എത്തിയത്. അപ്പം തന്നെ പെട്ടി പൊട്ടിച്ചു. ഞാനും സായി മാത്രം ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. ബാക്കി എല്ലാവരും കിടന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടി പൊട്ടിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടു. പക്ഷേ വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ചെറിയൊരു സാധനം മാത്രമേ എടുത്തുള്ളൂ. ഞാൻ വിശദമായിട്ട് ഈ ഒരു പകൽ വെളിച്ചത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാനിങ്ങനെ കുറച്ച് ഇതിപ്പോൾ ഞാനൊന്ന് ഫ്രഷായി കുളിച്ചു. എൻ്റെ ജലദോഷമൊക്കെ ഒന്ന് മാറി. എന്തായാലും ആ ഒരു 2 ദിവസത്തെ തുമ്മലുകൊണ്ട് ഭയങ്കര തുമ്മൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് കുളിച്ച് റെഡിയായി സെറ്റായി. ഇനി നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് സായി എനിക്ക് എന്തൊക്കെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ മുടിയൊന്നും കണ്ടിട്ട് അന്തം വിടണ്ട. എൻ്റെ ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ളൊരു ഹെയറാണ്. ഞാൻ
കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഷാമ്പൂ തേക്കുമ്പോൾ കണ്ടീഷണർ ഇടേണ്ട അവസ്ഥയാണ്. ഒന്നാമത് മുടി കളർ സെറ്റ് ചെയ്തിട്ടാണ് ഏകം പ്രശ്നം വന്നത്. ഇത് ബ്ലീച്ച് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്തത്. പണ്ട് ഞാൻ ബ്ലീച്ച് ചെയ്യാതെയാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് പോയി, പക്ഷെ അത് മതിയായിരുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ ഇത് ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുടി വണ്ണൊന്നും പോയിട്ടില്ല, മുടി ഊരിപ്പോണൊന്നുമില്ല. പക്ഷെ ഫ്രിസിനെസ് കുറച്ച് കൂടി ആ ഭാഗത്ത് മാത്രം. പക്ഷേ ഇപ്പോൾ ഫ്രിസിനെസ് വരാൻ കാരണം ഞാൻ സായി കൊണ്ടുവന്നൊരു സ്പെഷ്യൽ ഷാമ്പൂ വെച്ചിട്ട് തല ഇങ്ങനെ കുളിച്ചു. അതാണ്. അത് കണ്ടീഷണർ ഞാൻ തേച്ചില്ല, ജസ്റ്റ് ഷാമ്പൂ ഇങ്ങനെ തേച്ച് നല്ലോണം തലയൊട്ടിലൊക്കെ ഇങ്ങനെ നല്ല സ്കാൽപ്പിലൊക്കെ നല്ല ഉരച്ച് തേച്ച് കുളിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ 2 ദിവസം ഞാൻ കുളിച്ചിട്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ട് നല്ല തുമ്മലായിരുന്നു. ഇപ്പോൾ പക്ഷെ എനിക്കൊരു സുഖമുണ്ട്, ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തലയിൽ കാര്യമായിട്ട് എണ്ണ തേച്ച് 1 മണിക്കൂർ തലയിൽ എണ്ണ തേച്ച് ഷാമ്പൂ ഇട്ടത്. ആ ഷാമ്പൂവിനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി എൻ്റെ സാധനങ്ങളാണ് ഞാൻ ഇതിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെ സാധനങ്ങൾ സായി എനിക്ക് വാങ്ങി തന്നു. എനിക്ക് മാത്രമല്ല പൊതുവെ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അമാൻഡ ബേബിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ അമാൻഡ ബേബിക്ക് സായി വാങ്ങിയ ഒരു സ്വെറ്ററാണ്. അപ്പോൾ ഇനി ഇവള് അത് ഇട്ടിട്ടുള്ള ഒരു രൂപം കാണണ്ടേ, അത് ഞാൻ ഇനി നെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അയ്യോ അമ്മാന്റെ ഡ്രസ്സാണിത്. എങ്ങോട്ട് പോയത്? ഗോവ. ഗോവ ഇട്ടിട്ടില്ല അല്ലേ? നോട്ട് അങ്ങോട്ട് കുറച്ച് ദൂരേക്കും. ആ മാമ കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഊട്ടി പോയില്ലേ നമ്മള്? അന്ന് ഊട്ടി പോയില്ലേ? നീ ഗോവയ്ക്കല്ലേ പോണ്ട്? ആ സൂപ്പർ. ഇനി അടുത്തത് ഇതും അമാൻഡ ബേബിക്കാണ്. നമ്മൾ ഫസ്റ്റ് അമാൻഡ ബേബിക്ക് എന്താ വാങ്ങിയെന്നുള്ളത് കാണും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഭയങ്കര വലുപ്പമുണ്ടെന്ന്. ഇതിൽ കണ്ടത് ഒരു 3 to 4 വയസ്സ് വരെ. ഇത് RNB എന്നാണ് RNBൻ്റെ ആണ്. നമ്മൾ RNB ഇവിടെ ഉണ്ടല്ലോ, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സംഭവം തന്നെയാണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് ദുബായിൽ RNB, ഞാൻ വിചാരിച്ചത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണെന്നാണ് വിചാരിച്ചത്, എനിക്കറിയില്ല. അപ്പോൾ ഇത് 3 to 4 ഇയേഴ്സിൻ്റെ ഏജിനുള്ള ഒരു RNBൻ്റെ ഡ്രസ്സാണ്. ഇനി ഇതിട്ടിട്ടുള്ള ഒരു കോലം ഞാൻ ഇനി അടുത്തതിൽ നെക്സ്റ്റ് കാണിച്ചു തരാം. നോക്കട്ടെ ഞാൻ. സൂപ്പർ. എന്താ നൃത്തം? നല്ല രസമുണ്ട് കേട്ടോ. എത്ര പോക്കറ്റാ? ഇതെന്താ പോപ്പറ്റോ? ആ സൂപ്പറായോ? ആന്റന്റെ ഇല്ല. ഇതാരെ കൊണ്ടുവന്ന ഈ ഡ്രസ്സ്? മാമേന്റെ ഉണ്ട്. ഈ ഡ്രസ്സ് ആരെ കൊണ്ടുവന്ന്? മാമ. ആ സൂപ്പർ. ഇനി അച്ഛനെ അച്ഛക്കൂ. അപ്പോൾ കണ്ടല്ലോ അമാൻഡ ബേബി 2 ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു രൂപം. എന്തായാലും അവൾക്ക് ഇപ്പോൾ അതായാലും ഡ്രസ്സ് കൊള്ളില്ല, പക്ഷെ സായി അത് കറക്റ്റ് ഏകദേശം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മയും പറഞ്ഞു അത് എന്താ പറയുക നന്നായി വാങ്ങിയത്, അതായത് കുറച്ചും കൂടി ഏജ്ഡ് ഉള്ള സാധനം വാങ്ങിയത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറക്കം കുറഞ്ഞത് അല്ലെങ്കിൽ കൊള്ളാത്ത രീതിയിലാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി 3 to 4, അവൾക്ക് ഇപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. 2.5 ആവണുള്ളൂ. ജൂലൈയിലാണ് 2 വയസ്സായത്. സായിൻ്റെയും അമാൻ്റെൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ ആണ്. അതാണ് ഏറ്റവും രസം, ജൂലൈ 14. അപ്പോൾ 2 വയസ്സും പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 2 വയസ്സും 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ 3 to 4 വയസ്സിൻ്റെ ഡ്രസ്സ് വാങ്ങി. രണ്ടും കൊള്ളുന്നില്ല, പക്ഷെ നല്ല രസമില്ല അവൾ ഇട്ട് കിടക്കണ കാണാൻ. നല്ല പോക്കറ്റ് ഉണ്ട് പറഞ്ഞ് നടക്കുകയായിരുന്നു. ഇനി നമുക്ക് ജനറൽ വേറെ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ വാങ്ങിയത് ബൗണ്ടീൻ്റെ ഒരു മിനി പാക്കാണ്. പിന്നെ ഇത് സ്നിക്കേഴ്സിൻ്റെ ഒരു മിനി പാക്ക്. ഇത് എന്താ ഇതിൽ 1 2 ഉണ്ട് തോന്നുന്നു. പിന്നെ ബൗണ്ടി എനിക്ക് എൻ്റെ ഫേവറേറ്റ് മിഠായിയാണ്. കാരണം തേങ്ങയുള്ളതുകൊണ്ട് തേങ്ങയും ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് 2ഉം വാങ്ങിയിട്ടുണ്ട്. ഇനി നോക്കട്ടെ നെക്സ്റ്റ്. പിന്നെ ആസ് യൂഷ്വൽ ഇതാ നമ്മുടെ കാപ്പി പൊടി. ഇതേതാ ബ്രാൻഡ്? മാക്സ്വെൽ ഹൗസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും സായിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം തായ്ലാൻഡിൽ നിന്ന് വന്നപ്പോഴും കുറേ കാപ്പിപ്പൊടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇനി ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താ അറിയില്ല, ഞങ്ങൾ വല്ല പണിക്കാരെൻ്റെ മൂക്കിൻ്റെ പ്രശ്നവും എൻ്റെ ജലദോഷത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, സായി എനിക്ക് പാരസെറ്റമോൾ വാങ്ങി തന്നിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലേ, പാനഡോൾ, പാരസെറ്റമോളിൻ്റെ 500 ഗ്രാം ഒരു ടാബ്ലറ്റാണ് തോന്നുന്നു, പെയിൻ റിലീഫിനുള്ളത്. അത് നമ്മളെ ഗൾഫ് ഐറ്റംസൊക്കെ എഴുതിയിട്ടുണ്ട്, ഗൾഫ് ഭാഷ മീൻസ് അറബി ഭാഷ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പാരസെറ്റമോൾ എനിക്ക് സായി വാങ്ങിക്കൊണ്ടു, എനിക്ക് മീൻസ് എല്ലാവർക്കും കൂടി വാങ്ങിയതാണ്. വാസ്ലിൻ്റെ ഒരു ഇത് എന്താ പറയുക ലോഷനാണ്, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ പോലെ. ഇത് ക്രീം ലോഷനാണ് തോന്നുന്നു. അപ്പോൾ വാസ്ലിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഒരു സ്പെഷ്യൽ ഓഫറിൻ്റെ സംഭവം തോന്നുന്നു. എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് പിന്നെ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്.
ബനാന ബോട്ടിൻ്റെ SPF 100 ആണ് കേട്ടോ. അതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, കാരണം SPF 100 പറയുമ്പോൾ ഇപ്പോൾ അടിപൊളി സാധനമാവുമല്ലോ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പത്തിരുന്ന സാധനമാണ്. പക്ഷെ ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ നല്ല തണുപ്പാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് നല്ല തണുപ്പുള്ള വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിയാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഐറ്റം. ഇതാ നൈറ്റ് ഡ്രസ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഈ നൈറ്റ് ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മുടെ ഒരു മുയൽ കുട്ടിയുണ്ട്. ഇതാ മുയലിൻ്റെ ചെവി ഇങ്ങനെ വേറെ കിടക്കുന്നുണ്ട്. ഈ ഒരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതും ഇതിൻ്റെ ഒരു പാൻറ്റും, പൈജാമ സെറ്റ് എന്നൊക്കെ പറയും. വേറൊരു സ്പെഷ്യൽ സാധനമാണ്. അത് നല്ല പൈസ മുടക്കിയൊരു സാധനമാണ്. സായിനോട് ഗിഫ്റ്റ് കിട്ടിയതെന്നാണെന്നൊക്കെ പറയണ്ടേ. ഇനി ഞാൻ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് സായി ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. നല്ല 2 അടിപൊളി സാധനമാണിത്. BVL ഗാരിൻ്റെ ഒരു സ്പ്രേ. ഈ ബ്രാൻഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് വിചാരിക്കണു. നല്ല അടിപൊളി പൈസ ഉള്ള സാധനമാണ്. പിന്നെ ഇത് ഡിയോറിൻ്റെ ജാഡോർ. ഇതിൻ്റെ ദിർഹമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ ദിർഹത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലൊരു 15,000-20,000 രൂപ വിലയുള്ള സ്പ്രേ ആണ്. അയ്യോ അതൊക്കെ അടിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. അയ്യോ അപ്പോൾ ഞാൻ സായിനോട് ചോദിച്ചപ്പോൾ സായി പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇനി അറിയില്ല, ഇനി ഞാൻ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഉണ്ടാതിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 2 സ്പ്രേ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ദുബായ് സ്പ്രേ. പിന്നെ നമ്മുടെ നോർമൽ പേസ്റ്റ് ക്ലോസപ്പ്. കഴിഞ്ഞ പ്രാവശ്യം സായി തായ്ലൻഡിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പേസ്റ്റ് സോപ്പ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സോപ്പില്ല, പക്ഷേ പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ ഓഫറിന്. ഇനി തന്നെ കുറേ ഓഫർ ഉണ്ട് തോന്നുന്നു. ആ മാളിൽ പോയിട്ട് കുറേ സാധനങ്ങൾ ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം ഞങ്ങളോട് പറഞ്ഞില്ലേ, അതായത് എനിക്ക് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് എനിക്ക് കൊടുത്തയച്ച ഒരു സാധനം. സാധനം ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോകണം കേട്ടോ. ഇങ്ങനെ കാണുമോ? ഇതാ പൈസ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പൈസ കൊടുത്തിട്ടില്ല. ഇത് എനിക്ക് ദുബായിലുള്ള ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കൊടുത്തയച്ചാണ്. ചാൾസ് ആൻഡ് കേത്തിൻ്റെ ഒരു ഹാൻഡ് ബാഗ്. ഇനി ആ കുട്ടി ആരാന്ന് വെച്ചാൽ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര തപ്പിയൊന്നും കിട്ടുന്നില്ല. അക്ഷര എന്നാണ് പേര്. ഞങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ് അക്ഷര. അപ്പോൾ അക്ഷര നാട്ടിലായിരുന്നു, എറണാകുളത്തുള്ളൊരു കുട്ടിയാണ്. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അക്ഷര എന്നാണ് പേര്. പിന്നെ ഇൻഫ്ലുവൻസറോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഒപ്പമുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് എന്തായാലും. പക്ഷേ ഞങ്ങളാകെ 2-3 വട്ടേ കണ്ടിട്ടുള്ളൂ. ആ ഒരു ആളെ എനിക്ക് കൊടുത്ത ചാൾസ് ആൻഡ് കീത്തിൻ്റെ. ഇതിൻ്റെ വിലയൊന്നും ഞാൻ പറയില്ല, നല്ല വില ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആളടിപൊളിയാണ്. പൈസയോ ഇങ്ങനത്തെ ഗിഫ്റ്റ് തരുന്നോണ്ടല്ല പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അന്ന് ആദ്യം കണ്ടിട്ട് സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ സായിനോട് പറഞ്ഞിരുന്നു ആൾ നല്ല അടിപൊളിയാണ്, നല്ല ഉഷാറാണ്, നല്ല സൂപ്പർ ആളാണ് പറഞ്ഞിട്ടായിരുന്നു. ബാക്കി ഞാനൊന്നും പറയണില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് അവരുടെ സംസാരവും നല്ല അടിപൊളിയാട്ടോ. ഭയങ്കര പാവമാണ്, നല്ല അടിപൊളിയാണ് ആള്. അപ്പോൾ ഞാൻ ഈ സാധനം ഞാൻ തുറക്കാൻ പോട്ടെ കേട്ടോ. ഇനി അടുത്തത് തുറക്കണതിന് മുന്നേ വേറെ സാധനം മറന്നുപോയി. സെബാമെഡിൻ്റെ ഇതുണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഇത് തേച്ചിട്ടാണ് എൻ്റെ മുടി ഇങ്ങനെയായിരിക്കുന്നത്. ഞാൻ ഒന്നാമത് കണ്ടീഷണർ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെബാമെഡ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനം സൂപ്പറാണെന്ന് കേട്ടു. നമ്മുടെ അൽ ദുഫൈലുള്ള ഒരാൾ പറഞ്ഞതാണ്. സെബാമെഡ് അടിപൊളി സാധനമാണ്. പക്ഷേ ഇത് ഓയിലി ഹെയർ ആൻഡ് ഡാൻഡ്രഫ് പ്രോൺ സ്കാൽപ്പിന് വേണ്ടി. എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട്. അതിന് അടിപൊളിയെന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്ന് കുളിച്ചു. നല്ല ഉരച്ച് കുളിച്ചതാണ്. അതാണ് ഇതിൻ്റെ മുടി ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് തുറക്കാം. ചാൾസ് ആൻഡ് കേത്തിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ പോവാണ്. ഒറ്റ കൈ കൊണ്ട് ഞാൻ എങ്ങനെ പൊട്ടിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യ എൻ്റെ അമ്മോ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി തന്നെ കേട്ടത്. ഒരു കൈ കൊണ്ടായോണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തുറക്കുന്നത്. വാവ്, ചാൾസ് കാണില്ലേ, ചാൾസ് ആൻഡ് കീത്തിൻ്റെ ലേബലൊക്കെ ഉണ്ട്. അയ്യോ അടിപൊളി സാധനം. അവൾക്ക് ഞാനൊരു മെസ്സേജ് അയക്കണം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്ഷര, താങ്ക് യു സോ മച്ച്. അക്ഷരയ്ക്ക് മാത്രമല്ല
അക്ഷരൻ്റെ ഒപ്പമുള്ള ആൾക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുന്നു. അയാളെ ഞാനിപ്പോൾ ഒന്നും പറയണില്ല, നമുക്ക് പിന്നെ അത് റിവീൽ ആവുമ്പോൾ അറിഞ്ഞോട്ടെ. ഇനി മുന്നേ ഞാനൊന്നും പറയണില്ല. അപ്പോൾ നമ്മളെ അക്ഷരക്കുട്ടി താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര സർപ്രൈസാണ് കേട്ടോ. എന്തായാലും എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയെന്നറിയാം, പക്ഷേ എന്താ സംഭവം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ചാൾസ് ആൻഡ് കീത്തിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് സാധനങ്ങൾ കിട്ടിയത്. കൂടുതലൊന്നുമില്ല, കുറച്ചുള്ളൂ. തായ്ലൻഡിൽ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം കുറവാണ്. ഞാൻ സായിനോട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ടെന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല. നമുക്ക് ഒരുമിച്ച് പോയിട്ട് വാങ്ങാം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഇന്ന സാധനം വാങ്ങണം. കുറേ പേരുണ്ടാവില്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങണവര്. എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വാങ്ങണം ഇത് വാങ്ങണം അത് വാങ്ങണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ എന്താ പറയുക, ഒരാൾ സാധനം വാങ്ങിയാൽ നമ്മൾ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. അതായത് ഇന്ന സാധനം വാങ്ങണം, എനിക്ക് ഇങ്ങനത്തെ വാങ്ങി തന്നെ ഒന്നാമത് സായിക്ക് വാങ്ങാനും അറിയില്ല. പക്ഷെ ഇത് ഇപ്രാവശ്യം വാങ്ങിക്കൊടുന്നൊക്കെ അടിപൊളി സാധനങ്ങളാട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറം സാധനങ്ങൾ സായി വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സാധനങ്ങൾ പഠിക്കാണ്ട്. മേക്കപ്പ് സാധനങ്ങളെ കുറിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്തൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, എന്തൊക്കെ ഞാൻ വാങ്ങണം എന്നൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ദുബായിലാണല്ലോ കുറേ ഒറിജിനൽ സാധനങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇനി പോകുമ്പോൾ സാധനം കൊണ്ട് കുറേ സാധനങ്ങൾ മേടിപ്പിക്കണം. എന്തായാലും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇതായിട്ട് ഉപയോഗിക്കുന്നത്, ഞാൻ ആ സെറമാണ്, ഞാൻ ആ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സായി വാങ്ങിക്കൊണ്ടിട്ടല്ലേ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എനിക്ക് സർപ്രൈസാണ്. ഞാൻ എന്തൊക്കെയോ വാങ്ങി വെച്ചപ്പോൾ സാധനോട് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ വാങ്ങിക്കൊള്ളുന്നുണ്ട്, ഫുള്ള് എന്താ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കുറേ സാധനങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ട ഉപകാരപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് വാങ്ങിയത്. ഡ്രസ്സ് വാങ്ങി, പിന്നെ ലോഷൻ വാങ്ങി, ഷാമ്പു വാങ്ങി, സ്പ്രേ വാങ്ങി, പിന്നെ ഹാൻഡ് ബാഗ് എനിക്ക് ഇത് കിട്ടിയത് ഗിഫ്റ്റ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പാരസെറ്റമോളൊക്കെ കൊണ്ടുവന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സായി ഇതൊക്കെ വാങ്ങിക്കൊടുന്നു. ഇനിയിപ്പോൾ ഞാൻ സായിക്ക് ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുത്തു. എനിക്ക് എന്താ പറയുക, ആണുങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കൊന്നും എനിക്ക് കറക്റ്റ് എന്താ പറയുക പറഞ്ഞതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്നും പറയാൻ പറ്റില്ല. മറ്റേ ഷൂസ്, പിന്നെ ഷർട്ട്, പാൻസ്, പിന്നെ സായി പിന്നെ ഷർട്ടും പാൻസൊക്കെ എപ്പോഴും വാങ്ങണോണ്ട് പിന്നെ പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ പേഴ്സ്, വാലറ്റ് സായി ഉപയോഗിക്കാറില്ല. പിന്നെ ഉള്ളത് മൊബൈൽ, അങ്ങനത്തെ സാധനം. സ്പെക്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാച്ച്, അതൊക്കെ ഇനി നമുക്കിനി ട്രൈ ചെയ്യും. ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ വക കുറച്ച് സർപ്രൈസിന് സായിക്കിനി വാങ്ങിക്കോളും. പക്ഷെ ഞാൻ എങ്ങോട്ടും ഒറ്റയ്ക്ക് പോണില്ലല്ലോ, അത് വേറെ കാര്യം. സായി ആണല്ലോ എന്നെ കൂട്ടത് ഒറ്റയ്ക്ക് പോണത്. ഇനി അടുത്ത പ്രാവശ്യം ഞാനും സായും കൂടി പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഇനി പർച്ചേസ് ചെയ്യണം എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് സായി ദുബായിൽ നിന്ന് കൊണ്ട സാധനങ്ങൾ. ഇനി വേറെന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. കാരണം ഒരു അടിപൊളി സാധനങ്ങളല്ലേ സായി നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരാൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു സാധനം പോലും വാങ്ങാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സാധനോട്. എനിക്ക് അങ്ങനെ ഇത് വാങ്ങണം അത്. ഞാൻ പണ്ടൊക്കെ എൻ്റെ അച്ഛൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞത് എനിക്ക് അത് വേണം ഇത് വേണം. പക്ഷെ എനിക്കിപ്പോൾ വലുതായപ്പോൾ നമ്മൾ മെച്ചൂർ ആയി കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും പറയില്ലല്ലോ അങ്ങനെ ഇത് വേണം അത് വേണമെന്ന്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സായിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കൊണ്ടുണ്ട്. ചോക്ലേറ്റ്സ് എന്തായാലും കൊണ്ടുവന്ന് എനിക്കായിരുന്നു ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നുണ്ട്. പിന്നെ ബൗണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഉണ്ടത് സായിക്ക് അറിയാം. പിന്നെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.